രണ്ട് വൃദ്ധ വനിതകളുടെ കഥയാണിത്. അതിലൊരാൾ വർഷങ്ങളായിട്ട് തളർവാദം പിടിച്ച് കിടപ്പിലാണ്. മറ്റൊരാളുടെ സഹായം കൂടാതെ അവർക്കൊന്ന് എണീറ്റ് നടക്കാൻ പോലും സാധിക്കില്ല. പക്ഷെ അവർക്ക് ആരോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ജീവിത ക്ലേശങ്ങളിലൂടെ കടന്നുപോയിട്ടും അവരുടെ മുഖത്ത് നമുക്ക് എപ്പോഴും ഒരു പുഞ്ചിരി കാണാൻ സാധിക്കുമായിരുന്നു. നേരെ വിപരീത സ്വഭാവമായിരുന്നു രണ്ടാമത്തെ വൃദ്ധയുടേത്. അവർ അവിവാഹിതയായിരുന്നു. പരാതിയല്ലാതെ മറ്റൊന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. അവർ പറയുന്ന എല്ലാ വാക്കുകളിലും അസംതൃപ്തിയും അസന്തുഷ്ടതയും നിറഞ്ഞു നിന്നിരുന്നു. ദൈവം പോലും തന്നോട് നീതി കാണിച്ചിട്ടില്ലെന്ന് അവരെപ്പോഴും പറയുമായിരുന്നു. ലോകത്തിനോട് മുഴുവൻ അവർക്ക് വെറുപ്പായിരുന്നു. മറ്റാരുടെയും സാമീപ്യം പോലും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നത് ഒരു രൗദ്രഭാവമായിരുന്നു. ഒരു പ്രത്യാശയും അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ ഒന്നും തന്നെ ലോകത്തിന് സംഭാവന ചെയ്യാൻ തയ്യാറുമായിരുന്നില്ല. ഈ വൃദ്ധയെ പോലെ അസംഖ്യം ആളുകൾ ലോകത്തിലുണ്ട്. ഇക്കൂട്ടർ തിരിച്ചറിയേണ്ടത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സ്നേഹിക്കപ്പെടാനുള്ള അവകാശമുള്ളൂ എന്നുള്ള സത്യമാണ്. മറ്റുള്ളവരുടെ അപരാധ കഥകൾ എഴുതി സൂക്ഷിക്കാതെ എല്ലാവരെയും തുറന്ന മനസ്സോടെ സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നിങ്ങളിലേക്ക് അബണ്ടൻസ് ആയിട്ട് സ്നേഹം വരിക. പകയും വിദ്വേഷവും ഹൃദയത്തിൻ്റെ ഓട്ടയാണ്. മറ്റുള്ളവരോടൊക്കെ നമ്മൾ പക വെച്ച് പുലർത്തുന്ന സമയത്ത് നമ്മുടെ സ്നേഹവും നമ്മളിലേക്ക് വരുന്ന സ്നേഹവും നമ്മളിൽ തങ്ങി നിൽക്കാതെ ചോർന്നു പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഓട്ട അടയ്ക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.